Dear students, welcome to Learner's World. In this video, I'm going to talk about postmodernism, foundations of literary theory, FAUGP semester 5B, English language and literature, Calcutta University. Postmodernism is an important literary and cultural theory that emerged during the second half of the 20th century as a reaction against modernism. മോഡേണിസത്തിൻ്റെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് അതിനൊരു പ്രതികരണം എന്നുള്ള രൂപത്തിൽ നിലകൊണ്ട ഒരു സിദ്ധാന്തമാണ് പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്നത്. 20ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ രൂപം കണ്ട ഒരു പ്രധാന സാംസ്കാരിക സിദ്ധാന്തമാണിത്. While modernism still believed in reason, progress, science and stable truth, postmodernism questioned these ideas. Modernism യുക്തി, പുരോഗതി, ശാസ്ത്രം, സ്ഥിരമായിട്ടുള്ള സത്യം എന്നിവയിലൊക്കെ വിശ്വസിച്ചിരുന്നു. പോസ്റ്റ് മോഡേണിസം ഈ വിശ്വാസങ്ങളൊക്കെ ചോദ്യം ചെയ്യാണ് ഉണ്ടായിട്ടുള്ളത്. It argues that there is no single universal truth and that reality is shaped by language, culture, media, technology and personal experience. പോസ്റ്റ് മോഡേണിസം വാദിക്കുന്നത് ഒരു സിംഗിൾ യൂണിവേഴ്സൽ ട്രൂത്ത് ഇല്ല, അതായത് ഒരു ഒറ്റ പ്രപഞ്ച സത്യം ഇല്ല എന്നുള്ളതായിരുന്നു. അതായത് റിയാലിറ്റിനെ, യാഥാർത്ഥ്യത്തെ ഷേപ്പ് ചെയ്യുന്നത് ലാംഗ്വേജ്, കൾച്ചർ, ഭാഷയിലൂടെയും സംസ്കാരത്തിലൂടെയും മാധ്യമങ്ങളിലൂടെയും ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളിലൂടെയൊക്കെയാണ് യാഥാർത്ഥ്യം ഷേപ്പ് ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു, യാഥാർത്ഥ്യം രൂപപ്പെടുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് സെർട്ടനിറ്റി ആൻഡ് യൂണിറ്റി, പോസ്റ്റ് മോഡേണിസം എംഫസൈസസ് ഡൈവേഴ്സിറ്റി, അൺസെർട്ടനിറ്റി, കോൺട്രാഡിക്ഷൻ, ഫ്രാഗ്മെൻറ്റേഷൻ ആൻഡ് മൾട്ടിപ്പിൾ മീനിങ്സ്. അതായത് യൂണിറ്റി, അതുപോലെ സെർട്ടനിറ്റി, അതായത് ഒരു സിംഗിൾ ട്രൂത്ത്, ഒരു സിംഗിൾ എന്നുള്ള ഒരു യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയ, അതുപോലെ സെർട്ടനിറ്റി, ഇതിന് പകരമായിട്ട് പോസ്റ്റ് മോഡേണിസം എംഫസൈസ് ചെയ്യുന്നത് ഡൈവേഴ്സിറ്റിനാണ്, വൈവിധ്യത്തെ ആയിരുന്നു. അതുപോലെ മൾട്ടിപ്പിൾ മീനിങ് ആണ് ഉണ്ടാകുന്നത് എന്നുള്ള രീതിയിലായിരുന്നു. കോൺട്രാഡിക്ഷൻ, ഫ്രാഗ്മെൻറ്റേഷൻ, മൾട്ടിപ്പിൾ മീനിങ്സ് തുടങ്ങിയിട്ടിലൊക്കെയായിരുന്നു എംഫസൈസ് ചെയ്തിരുന്നത്. The term postmodernism means after modernism, but it is not simply a continuation of modernism. Postmodernism എന്ന് പറഞ്ഞിട്ടുള്ള ഈ ടേം ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് മോഡേണിസത്തിന് ശേഷം, ആഫ്റ്റർ മോഡേണിസം എന്നാണ്. അതിനർത്ഥം മോഡേണിസത്തിൻ്റെ ഒരു കണ്ടിന്യൂഷൻ, ഒരു തുടർച്ച ആണ് പോസ്റ്റ് മോഡേണിസം എന്നല്ല എന്നുള്ളതാണ്. It goes further by questioning the possibilities of objective truth, fixed meaning and stable identity. അപ്പോൾ ഇത് ചോദ്യം ചെയ്യുന്ന കാര്യങ്ങൾ, പോസ്റ്റ് മോഡേണിസം ചോദ്യം ചെയ്യുന്നത് ഒബ്ജക്റ്റീവ് ട്രൂത്ത്, വസ്തുനിഷ്ഠമായിട്ടുള്ള സത്യം, അതുപോലെ സ്ഥിരമായിട്ടുള്ള അർത്ഥം, സ്ഥിരമായ വ്യക്തിത്വം എന്നിവയുടെ സാധ്യതയാണ് പോസ്റ്റ് മോഡേൺ ചോദ്യം ചെയ്യുന്നത്. According to postmodern thinkers, reality is not absolute but changes according to different cultures, historical situations and individual perspectives. Therefore, people experience the world in different ways rather than sharing one common truth. ഈ പോസ്റ്റ് മോഡേൺ തിങ്കേഴ്സിൻ്റെ അഭിപ്രായത്തിൽ, പോസ്റ്റ് മോഡേൺ ചിന്തകരുടെ അഭിപ്രായത്തിൽ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് സ്ഥിരമല്ല, ഒരു ഫിക്സഡ് ട്രൂത്ത് ഇല്ല. അത് സംസ്കാരം, ചരിത്രം, വ്യക്തികളുടെ അനുഭവങ്ങൾ എന്നിവ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ എല്ലാവർക്കും ഒരേ യാഥാർത്ഥ്യമല്ല, വ്യത്യസ്ത അനുഭവങ്ങളാണ് ഉണ്ടാക്കുന്നത്. One of the most important postmodern thinkers is Jean-François Lyotard. In his famous book, The Postmodern Condition, he argued that modern society has lost faith in grand narratives or meta-narratives. ജീൻ ഫ്രാൻസോ ലിയോട്ടാർഡാണ് പോസ്റ്റ് മോഡേണിസത്തിൻ്റെ പ്രധാന ചിന്തകരിൽ ഒരാൾ. അദ്ദേഹത്തിൻ്റെ ദ പോസ്റ്റ് മോഡേൺ കണ്ടീഷൻ 1979 ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഗ്രന്ഥത്തിൽ ആധുനിക സമൂഹം ഗ്രാൻഡ് നെറേറ്റീവുകളും മെറ്റാ നെറേറ്റീവ് എന്ന ആ ഒരു വലിയ ആശയങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. Grand narratives are universal stories such as progress, religion, nationalism, Marxism or scientific rationality that claim to explain history and human life. Grand narratives എന്ന് പറഞ്ഞാൽ അതായത് പുരോഗതി, മതം, ദേശീയത, മാർക്സിസം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ഒരു സാർവത്രിക ആശയങ്ങളെയാണ് ഗ്രാൻഡ് നെറേറ്റീവുകൾ എന്ന് വിളിക്കുന്നത്. ഒരു യൂണിവേഴ്സൽ സ്റ്റോറീസിനെയാണ് ഈ ഗ്രാൻഡ് നെറേറ്റീവ്സ് എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് പ്രോഗ്രസ്, പുരോഗതി, റിലീജിയൻ, നാഷണലിസം, മാർക്സിസം, സയൻറ്റിഫിക് നാഷണാലിറ്റി തുടങ്ങിയിട്ടുള്ളതൊക്കെ.
ഇതൊക്കെ ഹിസ്റ്ററിനെയും ഹ്യൂമൻ ലൈഫിനെയൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ലിയോട്ടാർഡ് ബിലീവ് ദാറ്റ് ദീസ് യൂണിവേഴ്സൽ എക്സ്പ്ലനേഷൻ ആർ നോ ലോങ്ങർ ട്രസ്റ്റഡ്. അതായത് ലിയോട്ടാർഡ് പിന്നീട് പറയുന്നത് ആളുകൾ ഈ ഒരു ഇത്തരം വിശ്വാസങ്ങളിലൊന്നും ഇത്തരം ആശയങ്ങളിലൊന്നും ആളുകൾ വിശ്വസിക്കുന്നില്ല. ഇൻസ്റ്റഡ് പീപ്പിൾ ബിലീവ് ഇൻ മെനി സ്മോൾ ലോക്കൽ ആൻഡ് പേഴ്സണൽ സ്റ്റോറീസ്. അതിന് പകരമായിട്ട് ആളുകൾ ചെറിയ പ്രാദേശികമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളാണ് വിശ്വസിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഏർലിയർ ജനറേഷൻസ് ബിലീവ് ദാറ്റ് എഡ്യൂക്കേഷൻ ഗ്യാരണ്ടീഡ് എ സെക്യൂർ ജോബ്, ബട്ട് ടുഡേ മെനി ഹൈലി എഡ്യൂക്കേറ്റഡ് പീപ്പിൾ സ്റ്റിൽ എക്സ്പീരിയൻസ് അൺഎംപ്ലോയ്മെൻറ്റ് ഓർ ടെമ്പററി വർക്ക്. ദിസ് ഷോസ് ദാറ്റ് ഓൾഡ് യൂണിവേഴ്സൽ ബിലീഫ്സ് ആർ നോ ലോങ്ങർ റിലയബിൾ. അതൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. മുമ്പ് വിദ്യാഭ്യാസം എഡ്യൂക്കേറ്റഡ് ആയി കഴിഞ്ഞാൽ ജോലി ഉറപ്പാണ് എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഇന്ന് ഉയർന്ന വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് പോലും തൊഴിലില്ലായ്മ നേരിടേണ്ടി വരുന്നു. ഇതിലൂടെ പഴയ ഒരു സർവ്വസാധാരണമായിട്ടുള്ള വിശ്വാസങ്ങൾ ഇനി വിശ്വസനീയമല്ലെന്ന് വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. അനദർ മേജർ തിങ്കർ ഈസ് ജീൻ ബോഡ്രിയാർഡ്, who explained the relationship between reality and media through the ideas of simulation and hyper reality. അപ്പോൾ ജീൻ ബോഡ്രിലാർഡ് യാഥാർത്ഥ്യവും മാധ്യമങ്ങളും തമ്മിലുള്ള ബന്ധം സിമുലേഷൻ, ഹൈപ്പർ റിയാലിറ്റി എന്നീ ആശയങ്ങളിലൂടെ വിശദീകരിക്കുന്നുണ്ട്. അക്കോർഡിംഗ് ടു ഹിം, മോഡേൺ സൊസൈറ്റി ഈസ് സറൗണ്ടഡ് ബൈ ടെലിവിഷൻ, അഡ്വർടൈസ്മെൻറ്റ്, ഫിലിം ആൻഡ് സോഷ്യൽ മീഡിയ, വർ ഇമേജസ് ഓഫൻ ബിക്കം മോർ പവർഫുൾ ദാൻ റിയാലിറ്റി ഇറ്റ് സെൽഫ്. അതായത് ഇന്ന് നമുക്ക് കാണാൻ കഴിയും ടെലിവിഷൻ, പരസ്യങ്ങൾ, സിനിമ, സോഷ്യൽ മീഡിയ എന്നിവയിലെ ചിത്രങ്ങൾ പലപ്പോഴും നമ്മൾ യഥാർത്ഥ ജീവിതത്തേക്കാൾ ശക്തമായ സ്വാധീനം ചെലുത്തുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്ന ജീവിതം നമ്മളെ യഥാർത്ഥ ജീവിതത്തേക്കാൾ ബെറ്ററാണ്, അതാണ് യഥാർത്ഥ ജീവിതം എന്നുള്ള രീതിയിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ഹൈപ്പർ റിയാലിറ്റി ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് പീപ്പിൾ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ റിയാലിറ്റി ആൻഡ് ആർട്ടിഫിഷ്യൽ റെപ്രസെൻറ്റേഷൻസ്. ഇതാണ് ഹൈപ്പർ റിയാലിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ മീഡിയയിലും അഡ്വർടൈസ്മെൻറ്റിലും ഇതിലൊക്കെ കാണുന്ന, സോഷ്യൽ മീഡിയയിൽ കാണുന്ന ലൈഫാണ് നമ്മളെ ഈ ഒരു യഥാർത്ഥ ജീവിതത്തേക്കാൾ ബെറ്റർ, അതാണ് ജീവിതം എന്നൊക്കെ വിശ്വസിച്ചിരിക്കുന്ന ആളുകൾ. Social media platforms such as Instagram and TikTok often present edited and idealized images of success, beauty, luxury, and happiness. People compare their real lives with these unrealistic images, leading to anxiety and dissatisfaction. അപ്പോൾ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഇൻസ്റ്റഗ്രാം, ടിക്ടോക്ക് തുടങ്ങിയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളിൽ വിജയവും സൗന്ദര്യവും ആഡംബരവും നിറഞ്ഞ ജീവിതമാണ് കാണിക്കുന്നത്. നമ്മൾ കാണുന്നതൊക്കെ ഒരു കളർഫുൾ ജീവിതമാണ്. ആളുകൾ സ്വന്തം ജീവിതത്തെ ഈ ഒരു കൃത്രിമ ആർട്ടിഫിഷ്യലായിട്ടുള്ള ചിത്രങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുകയും അതിലൂടെ അവർക്കൊരു ഡിസാറ്റിസ്ഫാക്ഷൻ, ഒരു മെൻ്റൽ ആങ്സൈറ്റി, ഒരു മാനസിക സമ്മർദ്ദമൊക്കെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെയാണ് സിമിലാർലി ടൂറിസം അഡ്വർടൈസ്മെൻറ്റ് മേ പ്രസൻറ്റ് കേരളാസ് ഗോഡ്സ് ഓൺ കൺട്രി ബൈ ഷോയിങ് ഓൺലി ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പ് വൈൽ ഹൈഡിങ് പ്രോബ്ലംസ് ലൈക്ക് അൺഎംപ്ലോയ്മെൻറ്റ്, പോവർട്ടി ഓർ എൻവയറൺമെൻറ്റൽ ഇഷ്യൂസ്. അതോടൊപ്പം തന്നെ അതുപോലെ തന്നെയാണ് കേരളത്തെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന പേരിൽ പരസ്യം ചെയ്യുമ്പോൾ പ്രകൃതിയുടെ ഭംഗി മാത്രം കാണിക്കുകയും തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, പരിസ്ഥിതി പ്രശ്നങ്ങൾ എന്നിവ മറക്കുകയൊക്കെ ചെയ്യുന്നു. ഇതൊക്കെ മനുഷ്യർ ഇന്നത്തെ ഈ ഒരു ആധുനിക സമൂഹത്തിൽ നേരിടുന്ന കാര്യങ്ങളാണ്. അതായത് നമ്മൾ ഇന്ന് അഡ്വർടൈസ്മെൻറ്റ് പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് അതാണ് യഥാർത്ഥ ജീവിതം, അതിൻ്റെ പിറകിലുള്ള ഇതൊന്നും അവർ മനസ്സിലാക്കുന്നില്ല. അതായത് നമ്മൾ നമ്മുടെ ഈ ഒരു യഥാർത്ഥ ജീവിതത്തെ അവർ ഈ ഒരു കളർഫുൾ ജീവിതമായിട്ട് കമ്പാരിസൺ നടത്തുകയും അങ്ങനെ ആളുകളിൽ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ, അതുപോലെ ഒരു ആങ്സൈറ്റി ക്രിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ടൂറിസം അഡ്വർടൈസ്മെൻറ്റ്സിലൊക്കെ കാണുന്നത് കേരളത്തിനെ ഒരു ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിൻ്റെ നാട് എന്നുള്ള രീതിയിൽ ആ ഒരു പ്രകൃതി ഭംഗി മാത്രം കാണിക്കുകയും അതിൻ്റെ പിറകിൽ നമ്മുടെ ഈ ഒരു കേരളത്തിൽ ഒരുപാട് തൊഴിലില്ലായ്മ നേരിടുന്നുണ്ട്, പോവർട്ടി ഉണ്ട്, ഒരുപാട് പ്രകൃതി ദുരന്തങ്ങളുണ്ട്, അതൊക്കെ മറച്ചു വെക്കുകയും ചെയ്യുന്ന ഒരു യാഥാർത്ഥ്യം. Baudrillard also explained that digital technology and social media algorithms shape people's identities.
ബോഡിലാർഡിൻ്റെ അഭിപ്രായത്തിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയും സോഷ്യൽ മീഡിയ അൽഗോരിതങ്ങളും മനുഷ്യരുടെ വ്യക്തിത്വത്തെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. അതാണ് മനുഷ്യരുടെ വ്യക്തിത്വത്തെ ഇന്ന് സ്വാധീനിക്കുന്നത് എന്നാണ് പറയുന്നത്. Algorithms continuously suggest content based on personal preferences, influencing what people watch, think, and buy. ഈ സോഷ്യൽ മീഡിയ അൽഗോരിതംസ് ആളുകളുടെ ഇഷ്ടങ്ങളനുസരിച്ച് വിവരങ്ങൾ നൽകുന്നു. അതിനാൽ തന്നെ യഥാർത്ഥ അതായത് റിയാലിറ്റി എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. യഥാർത്ഥ ജീവിതത്തേക്കാൾ ഓൺലൈൻ വ്യക്തിത്വം കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആസ് എ റിസൾട്ട്, ഓൺലൈൻ ഐഡൻറ്റിറ്റി ഓഫൺ ബിക്കംസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ റിയൽ ലൈഫ് ഐഡൻറ്റിറ്റി. മീനിങ് ഇൻഡിവിജ്വൽസ് കെയർഫുള്ളി ക്രിയേറ്റ് അട്രാക്റ്റീവ് ഓൺലൈൻ പേഴ്സണാലിറ്റി ടു ഗെയിൻ ലൈക്സ്, ഫോളോവേഴ്സ് ആൻഡ് റെക്കഗ്നിഷൻ, മേക്കിംഗ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഒതൻറ്റിക് ലൈഫ് ആൻഡ് ഡിജിറ്റൽ പെർഫോമൻസ് ഇൻക്രീസിംഗ്ലി അൺക്ലിയർ. അതായത് ഇന്ന് നമുക്ക് സുപരിചിതമായിട്ടുള്ള കാര്യമാണ് ലൈക്കുകളും ഫോളോവേഴ്സും നേടാനായി ആളുകൾ മനോഹരമായിട്ടുള്ള ഓൺലൈൻ ജീവിതം സൃഷ്ടിക്കുന്നുണ്ട്. ഇതോടെ യഥാർത്ഥ ജീവിതവും ഡിജിറ്റൽ ജീവിതവും തമ്മിലുള്ള വ്യത്യാസം അൺക്ലിയർ ആവുകയാണ്, മങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. ഫ്രെഡറിക് ജെയിംസൺ കണക്റ്റഡ് പോസ്റ്റ് മോഡേണിസം വിത്ത് ലേറ്റ് ക്യാപിറ്റലിസം ആൻഡ് കൺസ്യൂമർ കൾച്ചർ. ഫ്രെഡറിക് ജെയിംസൺ പോസ്റ്റ് മോഡേണിസത്തെ ലേറ്റ് ക്യാപിറ്റലിസവുമായിട്ട് ബന്ധപ്പെടുത്തുന്നുണ്ട്. ഈ ആർഗ്യൂഡ് ദാറ്റ് ക്യാപിറ്റലിസം നോ ലോങ്ങർ കൺട്രോൾസ് ഓൺലി ഇക്കോണമി ബട്ട് ഓൾസോ ഷേപ്സ് കൾച്ചർ, ഇമോഷൻസ്, ഇമാജിനേഷൻ ആൻഡ് മെമ്മറി. അപ്പം അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ക്യാപിറ്റലിസം എന്ന് പറയുന്നത് സമ്പദ് വ്യവസ്ഥയെ മാത്രമല്ല, സംസ്കാരം, മെമ്മറീസ്, ഇമോഷൻസ്, ആർട്ട് എന്നിവയെ നിയന്ത്രിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. എവരിത്തിങ് ബിക്കംസ് എ പ്രോഡക്റ്റ് ദാറ്റ് ക്യാൻ ബി ബോട്ട് ആൻഡ് സോൾഡ് ഇൻക്ലൂഡിങ് ആർട്ട്, ഹിസ്റ്ററി ആൻഡ് ഈവൻ റെബല്യൻ. അതായത് എല്ലാം വിൽക്കാവുന്ന ഉൽപ്പന്നങ്ങളായിട്ട് മാറുന്നുണ്ട്, ആർട്ടും കൾച്ചറും ഇമോഷൻസും എവരിത്തിങ്. ജെയിംസൺ ഇൻട്രൊഡ്യൂസ്ഡ് ദ ഐഡിയ ഓഫ് പാസ്റ്റിഷ്, which means copying or mixing styles from different historical periods without preserving their original meaning. പാസ്റ്റിഷ് എന്ന ആശയം അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. ഫ്രെഡറിക് ജെയിംസൺ പഴയ ചരിത്ര ശൈലികളെ അവയുടെ യഥാർത്ഥ അർത്ഥമില്ലാതെ അനുകരിക്കുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്യുന്നതാണ് പാസ്റ്റിഷ് എന്ന് പറയുന്നത്. Contemporary films, advertisement, fashion and architecture often recreate old styles simply for entertainment or commercial value. For example, Malayalam films may recreate the atmosphere of the 1980s and 1990s through old songs, tea shops, cassette players and vintage vehicles, turning history into a nostalgic visual experiences. അതായത് പാസ്റ്റിഷിന് ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഇപ്പം മലയാള സിനിമകൾ 1980-90 കാലഘട്ടത്തിലെ ഗാനങ്ങൾ കോപ്പി ചെയ്യുക, കാസറ്റ് പ്ലെയറുകൾ, പഴയ വാഹനങ്ങൾ, പഴയ 90s വാഹനങ്ങളൊക്കെ എടുത്തിട്ട് പുതിയ സിനിമകളിൽ അപ്ലൈ ചെയ്യുക. അതുപോലെ ഈ കാര്യങ്ങളൊക്കെ പഴയ കാലത്തെ കാണിക്കാനാണ്. ഇതൊരു വെറും അലങ്കാര രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. Postmodernism also argues that identity is fragmented rather than fixed. Postmodernism വാദിക്കുന്ന വേറൊരു കാര്യം, ഐഡൻറ്റിറ്റി, വ്യക്തിത്വം എന്ന് പറയുന്നത് സ്ഥിരമല്ല എന്ന് പറയുന്നുണ്ട്, ഫിക്സഡ് അല്ല എന്ന് പറയുന്നുണ്ട്. അത് ഫ്രാഗ്മെൻറ്റഡ് ആണ്. ഐഡൻറ്റിറ്റി ഫ്രാഗ്മെൻറ്റഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചിതറിയിട്ടുള്ളതാണ്. Earlier theories viewed identity as stable and unified, but postmodern thinkers believe that people perform different identities in different situations. അതായത് ആദ്യകാലത്തെ തിയറികളിലൊക്കെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് സ്റ്റേബിളാണ്, ഫിക്സഡ് ആണ്, യൂണിഫൈഡ് ആണ് എന്നുള്ളതായിരുന്നു. പക്ഷേ പോസ്റ്റ് മോഡേൺ തിങ്കേഴ്സ് ഐഡൻറ്റിറ്റി ഫ്രാഗ്മെൻറ്റഡ് ആണെന്ന് പറയുന്നുണ്ട്. ഒരാൾ ഒരേ സമയം അതിനൊരു ഉദാഹരണം പറയുന്നുണ്ട്. എ പേഴ്സൺ ക്യാൻ ബി എ ടീച്ചർ, എ കോണ്ടന്റ് ക്രിയേറ്റർ, എ ഗെയിമർ, എ പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ആൻഡ് അനോണിമസ് സോഷ്യൽ മീഡിയ യൂസർ അറ്റ് ദ സെയിം ടൈം. ഒരേ സമയം ഒരാൾ അധ്യാപകൻ, കോണ്ടന്റ് ക്രിയേറ്റർ, ഗെയിമർ, രാഷ്ട്രീയ പ്രവർത്തകൻ, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾ എന്നീ പല വേഷങ്ങളും കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിനാൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ തിയറീസ് പറയുന്നത് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് സ്റ്റേബിൾ ആണെന്നായിരുന്നു, യൂണിഫൈഡ് ആണ്. പക്ഷേ ഈ പോസ്റ്റ് മോഡേണിസം പറയുന്നത് ഐഡൻറ്റിറ്റി ഈസ് ഫ്രാഗ്മെൻറ്റഡ്.
Identity changes according to social roles, technology, culture, and personal experiences rather than remaining permanent. ഐഡൻറ്റിറ്റി മാറിക്കൊണ്ടിരിക്കും ഒരാളുടെ സമൂഹത്തിലെ റോളിനനുസരിച്ച്, സാങ്കേതികവിദ്യ മാറുന്നതിനനുസരിച്ച്, കൾച്ചറിനനുസരിച്ച്, ഓരോ വ്യക്തിയുടെയും അനുഭവങ്ങൾക്കനുസരിച്ചൊക്കെ മാറിക്കൊണ്ടിരിക്കും. ദ ഐഡിയ ഓഫ് ഫ്രാഗ്മെൻറ്റേഷൻ ഈസ് സെൻട്രൽ ടു പോസ്റ്റ് മോഡേണിസം. പോസ്റ്റ് മോഡേണിസത്തിൻ്റെ ഒരു സെൻട്രൽ ഒരു കാതലായിട്ടുള്ള കാര്യമാണ് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഐഡിയ. Fragmentation means that reality, identity, history, and meaning are broken into many parts instead of forming one complete whole. അതായത് യാഥാർത്ഥ്യം, ചരിത്രം, വ്യക്തിത്വം എന്നിവ ഒരു സമ്പൂർണ്ണ ഘടകമല്ല, പല ഭാഗങ്ങളായി പിരിഞ്ഞിരിക്കുന്നവയാണെന്നാണ് ഫ്രാഗ്മെൻറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഐഡൻറ്റിറ്റി എന്ന് പറയുന്നതൊന്നും അതൊക്കെ ഫ്രാഗ്മെൻറ്റഡ് ആണ്, ഇങ്ങനെ ചിന്നി ചിതറി കിടക്കുകയാണ്, പല ഭാഗങ്ങളായിട്ട് കിടക്കുകയാണ്, ഒരു കംപ്ലീറ്റ് ഹോളല്ല എന്നാണ് പറയുന്നത്. ഇൻ ലിറ്ററേച്ചർ ഫ്രാഗ്മെൻറ്റേഷൻ അപ്പിയേഴ്സ് ത്രൂ ബ്രോക്കൺ ക്രോണോളജി, മൾട്ടിപ്പിൾ നരേറ്റീവ്സ്, ഇൻകംപ്ലീറ്റ് എൻഡിങ്സ്, ചേഞ്ചിങ് വ്യൂ പോയിൻറ്റ്സ്, കൊളാജ് ടെക്നിക്സ് ആൻഡ് ഇൻ്റർടെക്സ്ച്വാലിറ്റി. സാഹിത്യത്തിൽ, ലിറ്ററേച്ചറിൽ ഈ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ബ്രോക്കൺ ക്രോണോളജി, ഒരു തകർന്ന കാലക്രമം, അതുപോലെ ഒരുപാട് അവതാരകർ, അപൂർണമായ അവസാനങ്ങൾ, ഒരു ഇൻകംപ്ലീറ്റ് എൻഡിങ്സ്, ചേഞ്ചിങ് വ്യൂ പോയിൻറ്റ്സ്, അഭിപ്രായത്തിൽ വരുന്ന ചേഞ്ചസ്, ഇൻ്റർടെക്സ്ച്വാലിറ്റി എന്നിവയിലൂടെ പ്രകടമാകുന്നുണ്ട്. റീഡേഴ്സ് ആർ എൻകറേജ് ടു അണ്ടർസ്റ്റാൻഡ് മീനിങ് ഫ്രം ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് ഇൻസ്റ്റെഡ് ഓഫ് സെർച്ചിങ് ഫോർ വൺ കറക്റ്റ് ഇൻ്റർപ്രിട്ടേഷൻ. വായനക്കാർക്ക് ഒരൊറ്റ അർത്ഥം കണ്ടെത്തുന്നതിന് പകരം പല അർത്ഥങ്ങളും കണ്ടെത്താൻ അവസരം ലഭിക്കുന്നുണ്ട്. Closely related to fragmentation is discontinuity. Postmodern thinkers reject the idea that history or society develops in a smooth and continuous way. ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് പോസ്റ്റ് മോഡേണിസത്തിൻ്റെ ഒരു പ്രധാന ആശയമാണ്. ചരിത്രവും സമൂഹവും ഒരു നേരായ പുരോഗതിയിലൂടെയല്ല മുന്നോട്ട് പോകുന്നത് എന്ന് കാണിക്കാനാണിത്. Thinkers such as Michel Foucault argued that history changes through sudden breaks, disruptions and transformations rather than steady progress. മിഷേൽ ഫൂക്കോ പോലുള്ള ചിന്തകർ ചരിത്രം പെട്ടെന്നുള്ള മാറ്റങ്ങളിലൂടെയും അതുപോലെ കോൺട്രാഡിക്ഷൻസിലൂടെയും വികസിക്കുന്നതാണെന്ന് വാദിച്ചു. Political systems, cultural values and social institutions change unexpectedly instead of following one continuous path. ഈ മേഖലകളൊക്കെ, അതായത് രാഷ്ട്രീയ സംവിധാനം, അതുപോലെ സാംസ്കാരിക മൂല്യങ്ങൾ തുടങ്ങിയിട്ടുള്ളതൊക്കെ അൺഎക്സ്പെക്റ്റഡ്ലി ആണ് ചേഞ്ചസ് ഇതിനൊക്കെ വരുന്നത്. ഇതൊന്നും ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പാതയിലൂടെയല്ല പോകുന്നത്. French philosophers Gilles Deleuze and Félix Guattari introduced the concept of rhizome in their book A Thousand Plateaus. ഗിൽസ് ഡെലൂസും ഫെലിക്സ് ഗുട്ടാരി തുടങ്ങിയിട്ടുള്ളവരൊക്കെ എ തൗസൻഡ് പ്ലാറ്റ്യൂസ് എന്ന ഗ്രന്ഥത്തിൽ റൈസോം എന്ന ആശയം അവതരിപ്പിച്ചു. A rhizome is a plant stem like ginger or turmeric that spreads horizontally in many directions without a central root. They used this as a metaphor for knowledge and culture. അതായത് ഈ ഒരു റൈസോം എന്ന ആശയം, ഈ റൈസോം എന്ന് പറയുന്നത് ഒരു പ്ലാന്റ് സ്റ്റെം ആണെന്നാണ് പറയുന്നത്. അതായത് ഇഞ്ചിയോ മഞ്ഞളോ പോലെ ഭൂമിക്കടിയിൽ പല ദിശകളിലേക്ക് വ്യാപിക്കുന്ന ഒരു തണ്ടിനെയാണ് റൈസോം എന്ന് പറയുന്നത്. അറിവും സംസ്കാരവും ഇതുപോലെയാണ്, റൈസോം പോലെയാണെന്നാണ് പറയുന്നത്. അതിനൊരു മെറ്റഫറായിട്ടാണ് ഈ റൈസോം എന്ന് പറയുന്നത് നോളജ് ആൻഡ് കൾച്ചറിൻ്റെ ഒരു മെറ്റഫറാണ്. Unlike a tree which grows from one trunk, a rhizome has no single beginning or center. അതായത് ഈ ഒരു റൈസോമിന് ഒരു ഒറ്റ കേന്ദ്രമോ അല്ലെങ്കിൽ ഒരു ബിഗിനിങ്ങോ ഇല്ല. നിരവധി ബന്ധങ്ങളിലൂടെയാണ് ഈ റൈസോം വ്യാപിക്കുന്നത് എന്നാണ് പറയുന്നത്. ഐഡിയാസ്, കൾച്ചേഴ്സ് ആൻഡ് ഐഡൻറ്റിറ്റീസ് ആർ കണക്റ്റഡ് ത്രൂ മൾട്ടിപ്പിൾ നെറ്റ്വർക്ക്സ് ആൻഡ് റിലേഷൻഷിപ്പ്. അതായത്
ഐഡിയാസ്, ആശയങ്ങളും അതുപോലെ സംസ്കാരവും വ്യക്തിത്വമൊക്കെ കണക്റ്റഡാണ്. ഒരു മൾട്ടിപ്പിൾ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലൂടെയാണ് ഇതൊക്കെ കടന്നു പോകുന്നത്. മോഡേൺ ഡിജിറ്റൽ കൾച്ചർ റിഫ്ലെക്ട്സ് ദിസ് റൈസോമാറ്റിക് സ്ട്രക്ചർ ബിക്കോസ് സോഷ്യൽ മീഡിയ കണക്ട്സ് പൊളിറ്റിക്സ്, അഡ്വർടൈസ്മെൻറ്റ്, പേഴ്സണൽ സ്റ്റോറീസ് ആൻഡ് ഗ്ലോബൽ ഇവൻറ്റ്സ് വിത്തിൻ സെക്കൻഡ്സ്. അതായത് സോഷ്യൽ മീഡിയ, രാഷ്ട്രീയം, വിനോദം, പരസ്യങ്ങൾ തുടങ്ങിയിട്ടുള്ള എല്ലാം പരസ്പരം ബന്ധിക്കുന്നതിനാൽ ഇവ തമ്മിലൊക്കെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഇന്നത്തെ ഡിജിറ്റൽ സംസ്കാരം ഒരു റൈസോമിക് സ്വഭാവമുള്ളതാണെന്ന് നമുക്ക് പറയാൻ കഴിയും. പോസ്റ്റ് മോഡേണിസം ഹാസ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ലിറ്ററേച്ചർ ആൻഡ് ആർട്ട്. പോസ്റ്റ് മോഡേണിസം സാഹിത്യത്തിലും കലയിലും വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. പോസ്റ്റ് മോഡേൺ റൈറ്റേഴ്സ് ട്രഡീഷണൽ സ്റ്റോറി ടെല്ലിംഗ് വിത്ത് ക്ലിയർ ബിഗിനിങ്സ്, മിഡിൽ ആൻഡ് എൻഡിങ്സ്. ദെയർ വർക്ക്സ് ഓഫൻ ഇൻക്ലൂഡ് മെറ്റാഫിക്ഷൻ, പാരഡി, ഇന്റർടെക്സ്ച്വാലിറ്റി, ഐറണി, മൾട്ടിപ്പിൾ വ്യൂ പോയിന്റ്സ് ആൻഡ് ഓപ്പൺ എൻഡിങ്സ്. ഒരു പരമ്പരാഗത കഥ പറച്ചിലിന് പകരം പോസ്റ്റ് മോഡേണിൽ ഉപയോഗിച്ചിരിക്കുന്നത് മെറ്റാഫിക്ഷൻ, പാരഡി, ഇന്റർടെക്സ്ച്വാലിറ്റി, ഐറണി തുടങ്ങിയിട്ടുള്ളതൊക്കെയാണ്. Different genres, historical periods and styles are mixed together, reminding readers that literature is a constructed form of representation rather than a direct reflection of reality. പോസ്റ്റ് മോഡേൺ സാഹിത്യത്തിൻ്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ സാഹിത്യം ഒരു യഥാർത്ഥത്തിൻ്റെ പകർപ്പല്ല, മറിച്ച് നിർമ്മിക്കപ്പെട്ട ഒരു അവതരണമാണെന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. Some critics argue that postmodernism weakens political commitment by rejecting universal truths and stable ideologies. It remains one of the most influential theories in literary studies, cultural studies, media studies, sociology, cinema and architecture. അതായത് ചില വിമർശകർ പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്നത് സർവ്വസാധാരണ സത്യങ്ങളെയും അതുപോലെ സ്ഥിരമായ ആശയങ്ങളെയും ചോദ്യം ചെയ്യുന്നതിനാൽ രാഷ്ട്രീയ പ്രതിരോധത്തെ വീക്കനാക്കുന്നു, ദുർബലമാക്കുന്നു എന്ന് പറയുന്നുണ്ട് ചില ക്രിട്ടിക്സുകൾ. It helps explain how globalization, technology, consumer culture and digital media have transformed modern lifetime. അങ്ങനെയൊക്കെ ആണെങ്കിലും സാഹിത്യ പഠനം, സാംസ്കാരിക പഠനം, മാധ്യമ പഠനം, സമൂഹശാസ്ത്രം തുടങ്ങിയ മേഖലകളിലൊക്കെ പോസ്റ്റ് മോഡേണിസം എന്നും വളരെ സ്വാധീനമുള്ള ഒരു സിദ്ധാന്തമാണ്. ആഗോളവൽക്കരണം, സാങ്കേതികവിദ്യ, ഡിജിറ്റൽ മാധ്യമങ്ങൾ എന്നിവ ആധുനിക ജീവിതത്തെ എങ്ങനെ മാറ്റിമറിച്ചു എന്ന് മനസ്സിലാക്കാൻ നമ്മൾ പോസ്റ്റ് മോഡേണിസം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി പോസ്റ്റ് മോഡേണിസത്തെ നമ്മളൊന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, പോസ്റ്റ് മോഡേണിസം ചാലഞ്ചസ് ദ ട്രഡീഷണൽ ബിലീഫ് ഇൻ വൺ ഫിക്സഡ് ട്രൂത്ത്, സ്റ്റേബിൾ ഐഡൻറ്റിറ്റി ആൻഡ് യൂണിവേഴ്സൽ മീനിങ്. അപ്പോൾ മോഡേണിസത്തിൻ്റെ ബിലീഫ്സ്, വിശ്വാസങ്ങളായിട്ടുള്ള ഒരൊറ്റ സത്യം എന്നുള്ളതും അതുപോലെ സ്ഥിരമായ വ്യക്തിത്വം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്യുകയാണ് പോസ്റ്റ് മോഡേണിസം ചെയ്യുന്നത്. പോസ്റ്റ് മോഡേണിസം പറയുന്നത് ഫിക്സഡ് ട്രൂത്ത് അല്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഐഡൻറ്റിറ്റി സ്റ്റേബിൾ അല്ല, ഐഡൻറ്റിറ്റീസ് ഫ്രാഗ്മെൻറ്റഡ് എന്ന് പറയുന്നുണ്ട്. മൾട്ടിപ്പിൾ മീനിങ്സ് ആണുള്ളത് എന്ന് പറയുന്നുണ്ട്. തിങ്കേഴ്സ് സച്ച് എസ് ലിയോട്ടാർഡ്, ബോട്ടിലാർഡ്, ജെയിംസൺ, ഡെലൂസ് ആൻഡ് കുട്ടാരി എക്സ്പ്ലെയിൻ ദാറ്റ് മോഡേൺ ലൈഫ് ഈസ് ഷേപ്ഡ് ബൈ മീഡിയ, ടെക്നോളജി, ഗ്ലോബലൈസേഷൻ, കൺസ്യൂമർ കൾച്ചർ ആൻഡ് കോൺസ്റ്റൻ്റ്ലി ചേഞ്ചിങ് പെർസ്പെക്റ്റീവ്സ്. ലിയോട്ടാർഡ്, ബോട്ടിലാർഡ്, ജെയിംസൺ, ഡെലൂഡ് തുടങ്ങിയിട്ടുള്ള ചിന്തകർ ആധുനിക ജീവിതം, മാധ്യമങ്ങൾ, സാങ്കേതികവിദ്യ, ആഗോളവൽക്കരണം എന്നിവയാൽ രൂപപ്പെട്ടതാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. It teaches that reality is fragmented, meanings are multiple, identities are fluid, and knowledge developed through many interconnected experiences rather than one absolute truth. This makes postmodernism one of the most important approaches to understanding contemporary literature, culture, and society. പോസ്റ്റ് മോഡേണിസത്തിൽ പറയുന്നത് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഫ്രാഗ്മെൻറ്റഡ് ആണെന്ന് പറയുന്നുണ്ട്, മൾട്ടിപ്പിൾ മീനിങ്സ് ആണെന്ന് പറയുന്നുണ്ട്, വ്യക്തിത്വം എന്ന് പറയുന്നത് ഫിക്സഡ് അല്ല എന്ന് പറയുന്നുണ്ട്, അറിവ് നിരവധി അനുഭവങ്ങളിലൂടെയും ബന്ധങ്ങളിലൂടെയും രൂപപ്പെടുന്നതാണെന്ന് പോസ്റ്റ് മോഡേണിസം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സമകാലിക സാഹിത്യവും സംസ്കാരവും സമൂഹവും മനസ്സിലാക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങളിൽ